നമസ്കാരം, കെ എസ് മെൻറ്ററിലോട്ട് സ്വാഗതം. എല്ലാവരും ഡിഗ്രി തല പരീക്ഷകൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് പഠിക്കാമെന്നറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്കും നിങ്ങളുടെ ഡിഗ്രി തല സിലബസിലെ എലക്ഷൻ എന്നൊരു ഭാഗമുണ്ട്. മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യം വരുന്നൊരു ഭാഗമാണ്. അതിൽ ഇത്തവണ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളത് നിങ്ങളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശമാണ്. എന്നാൽ അതേസമയം ഇലക്ഷന് നിൽക്കുന്ന ആളുകളെ കുറിച്ച് അറിയാനുള്ള അല്ലെങ്കിൽ ഇലക്ട്രൽ പാർട്ടികളെ കുറിച്ച് അറിയാനുള്ള നിങ്ങളുടെ അവകാശം നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റുമാണ്. ഇത് തമ്മിൽ ഇപ്പോൾ തന്നെ വലിയൊരു കോൺഫ്ലിക്റ്റ് ആയി അല്ലേ? വോട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശവും റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റും. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിലോട്ടുകൂടെ എത്തിക്കുന്ന ഒരു വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ട്? ഇലക്ഷന് ഫണ്ട് ചെയ്യുക എന്നുള്ളത് പണ്ട് മുതലേ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ റൂളിംഗ് പാർട്ടിക്ക് ഫണ്ട് ചെയ്താൽ ഓപ്പോസിഷൻ പാർട്ടി എതിരാവും. ഓപ്പോസിഷൻ പാർട്ടിക്ക് ഫണ്ട് ചെയ്താൽ ഭരിക്കുന്ന പാർട്ടി ഭരണത്തിൻ്റെതായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മളെ എതിർക്കും എന്നുള്ള നിങ്ങളുടെ പേടി. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇലക്ഷൻ ഫണ്ടിങ്ങിലെ ട്രാൻസ്പെറൻസി ഇല്ലായ്മ അവസാനിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു സ്കീമാണ് സത്യം പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത്. അതായത് നേരിട്ട് ഫണ്ട് കൊടുക്കുന്നതിന് പകരം ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്തോടുകൂടി, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അതിന് ഫേസ് വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് അതിന്റെ പുറകിലുള്ള ഒരു മണിയുടെ ബാക്കപ്പ് അതിനുണ്ട്. ഇൻസ്ട്രുമെന്റ് എന്ന രൂപത്തിലോട്ട് കൊടുക്കുമ്പോൾ അവിടെ ട്രാൻസ്പെറൻസി വരും. അല്ലെങ്കിൽ പക്ഷെ അത് ട്രാൻസ്പെറൻസി വന്നോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാം. ആ ഒരു ഉദ്ദേശത്തോടെ കൊണ്ടുവന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നോട്ടിഫിക്കേഷൻ വഴി ഇലക്ട്രൽ ബോണ്ട് സ്കീം 2018 വരുന്ന സമയത്ത് 4ഓളം ആക്ടുകൾ അമെൻമെന്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. കാരണം ഒരുപാട് ആക്ടുകൾ മാറ്റം വരുത്താനുണ്ടായിരുന്നു. ലൈക്ക് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന 2 നിയമങ്ങളുള്ള റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 അതിൽ അമെൻമെന്റ് വരുത്തിയിട്ടുണ്ട്. പിന്നെ വരുത്തിയ ഒന്ന് കമ്പനീസ് ആക്ടിൽ, കാരണം കമ്പനീസ് ഇലക്ഷന് ഫണ്ട് ചെയ്യുന്നതിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ 20,000 രൂപയ്ക്ക് മുകളിൽ ഫണ്ട് ചെയ്യുമ്പോൾ അവിടെ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കമ്പനീസ് ആക്ടിൽ അമെൻമെന്റ് നടത്തുന്നു, ഇൻകം ടാക്സിൽ അമെൻമെന്റ് നടത്തുന്നു, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൽ അമെൻമെന്റ് നടത്തുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ഫിനാൻസ് ആക്ട് വഴി 2016 17 പാസ്സാക്കിയ ഫിനാൻസ് ആക്ട് വഴിയാണ് ഇത്തരം അമെൻമെന്റുകൾ നടത്തിയത്. ഇനിയും ഈ അമെൻമെന്റ് വഴി വന്ന ഇലക്ട്രൽ ബോണ്ട് സ്കീമിൽ എക്സാക്ട്ലി എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രൽ ബോണ്ട് എന്നതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതൊരു ബോണ്ടാണ് ഇൻ ദ നാച്ചർ ഓഫ് എ പ്രോമിസറി നോട്ട്. അപ്പം നിങ്ങൾ പ്രോമിസറി നോട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചെല്ലാം നിങ്ങൾ എക്കണോമിയിൽ പഠിച്ചു കാണും. അത്തരത്തിലൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളതും. ആൻഡ് വിച്ച് ഷാൾ ബി ബിയർ ബാങ്കിങ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഷാൾ നോട്ട് ക്യാരി ദ നെയിം ഓഫ് ദി ബയർ ഓർ പേ. അപ്പോൾ 2 കാര്യങ്ങൾ തുടക്കത്തിൽ ഈ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുമ്പോഴേ പറഞ്ഞിരിക്കുന്നു. ഇതൊരു അനോണിമസ്, പാർഷ്യലി അനോണിമസ് ആണെന്നുള്ളതിൻ്റെ തർക്കം വരുന്ന ഇവിടെയാണ്. എന്തുകൊണ്ടാണെന്ന് പിന്നെ പറഞ്ഞുതരാം. നോക്കിക്കോ. അപ്പോൾ ഇതിലൊരിക്കലും ബയറുടെയോ പേയുടെയോ എന്തുണ്ടാവില്ല, പേരുണ്ടാവില്ല അവർക്ക്. അതായത് നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഇടതുപക്ഷത്തിനായിക്കോട്ടെ വലതുപക്ഷത്തിനോ ആർക്ക് നിങ്ങൾ ഫണ്ട് ചെയ്യുമ്പോഴും എന്തുണ്ടാവില്ല, നിങ്ങളുടെ പേര് അവിടെ ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങളെ ആരെങ്കിലും അറിയോ എന്ന് പേടിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും. അതായിരുന്നു ഇലക്ട്രൽ ബോണ്ടിനെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രധാന ഹൈലൈറ്റുകളൊന്ന്. പക്ഷേ ഇതിൽ പ്രശ്നം പറഞ്ഞുതരാം. ഇത് ഏത് വഴി ആദ്യം ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാം. ഇഷ്യൂ ചെയ്യാൻ ചില ഓതറൈസ്ഡ് ബാങ്കുകളുണ്ട്. ആ ഓതറൈസ്ഡ് ബാങ്കായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇലക്ട്രൽ ബോണ്ട് നോട്ടിഫിക്കേഷനിൽ സ്പെസിഫൈ ചെയ്ത 29ഓളം SBI ശാഖകളിലാണ് നിങ്ങൾക്ക് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ SBI ട്രിവാൻഡ്രം പോലെയുള്ള 29ഓളം ഇന്ത്യയിലെ SBI ശാഖകൾ ഇതിനായിട്ട് ഈ പറയുന്ന സ്കീമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ അറിയേണ്ട ചില ബേസിക് ഫാക്ടുകളുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ ഒരു ജനറൽ അവയർനെസ് എന്ന രീതിയിലും ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഓക്കെ. ഒന്നാമത്തെ കാര്യം KYC അല്ലെങ്കിൽ നോ യുവർ കസ്റ്റമർ എന്നുള്ള സ്കീം എവിടെ അവൈലബിൾ ആണ്? ഇവിടെ അപ്ലിക്കബിൾ ആണ്. അവൈലബിൾ അല്ല, അപ്ലിക്കബിൾ ആണ്. കാരണം ബാങ്കുകൾക്ക് KYC ഉപയോഗിക്കാൻ പറ്റൂല്ലേ എന്നുള്ളതായിരുന്നു ഒരു തർക്കം അല്ലെ. ആരെങ്കിലും ഒരാൾ വന്ന് ഫണ്ട് ചെയ്യുന്ന സമയത്ത് KYC ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ ആ ഒരു അനോണിമിറ്റി കൂടെ വരും. അത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ട്രാൻസ്പെറൻസി എന്നുള്ള ഒരു വലിയ ഭാഗത്ത് അത് ചോദ്യം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, സെൻട്രൽ ഗവൺമെന്റ് ബാങ്കുകൾക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം, അവരെ ഡീറ്റെയിൽസ് എടുക്കാം. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അപ്പൊ അനോണിമസ് എന്നൊരു വാക്ക് കൊണ്ട് KYC ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തെറ്റിദ്ധരിച്ച് ആൻസർ മാറ്റി കുത്തരുത്. വേറൊന്ന് ഡിനോമിനേഷൻ.
1000 മുതൽ 1 കോടി വരെയുള്ള രൂപ, 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം ആൻഡ് 1 crore, ഇത്രയും ഡിനോമിനേഷൻസിൽ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് അവൈലബിൾ ആണ്. ആൻഡ് വേറൊരു കാര്യം, വാലിഡിറ്റിയുടെ കാര്യത്തിൽ ഒരു രസമായ കാര്യമുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. അതിനു മുമ്പ് അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്നാണോ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ് ഓഫ് ഇഷ്യൂ മുതൽ 15 ദിവസം വരെ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അവരുടെ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എൻകാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ത് ചെയ്യണം, പൊളിറ്റിക്കൽ പാർട്ടികൾ അങ്ങനെ എൻകാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ അവരുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. പക്ഷേ അവർ എൻകാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ ആ പൈസ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അപ്പോൾ എത്ര ദിവസത്തിനുള്ള എൻകാഷ് ചെയ്യണം, 15 ഡേയ്സിൻ്റെ ഉള്ളിൽ അവരത് അവരുടെ അക്കൗണ്ടിലോട്ട് മാറ്റണം. പിന്നൊന്ന് അറിയേണ്ടത് പീരിയോഡിസിറ്റി ഓഫ് ഇഷ്യൂ, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾ വരുന്ന ഇലക്ഷൻ വരാൻ പോകുക, അല്ലെ ലോക്സഭ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ ലോക്സഭ ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് ചെയ്യണമെങ്കിൽ ഇത് എപ്പോഴാണ് അവൈലബിൾ ആവുക സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇപ്പോൾ നമ്മൾക്കൊരു ഇലക്ഷൻ സിസ്റ്റം, ഇന്ത്യയുടെ ഇലക്ഷൻ സിസ്റ്റം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ഷൻ സിസ്റ്റമാണല്ലേ. അത് സ്റ്റേറ്റിലോട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ലോകസഭയിലോട്ടായിക്കോട്ടെ, ലോക്സഭ ഒരു രാജ്യസഭ, പാർലമെന്റിലോട്ടുള്ള ഇലക്ഷൻ ആയിക്കോട്ടെ, എല്ലാം നടത്തുന്ന ആര് തന്നെയാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. സോ സെൻട്രൽ ഗവൺമെന്റ്, അതുകൊണ്ട് തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ മെഷീനറി ഉണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ. അപ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ചേക്കണം നിങ്ങളിത് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ചില മാസങ്ങളുണ്ട്. സോ ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ ഈ മാസങ്ങളിൽ ഒരു 10 ദിവസത്തെ പീരീഡിൽ ഇത് ഓപ്പൺ ചെയ്ത് വെക്കും. ആർക്ക്, ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും എന്ത് മേടിക്കാൻ, ഈ ബോണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത്, അഡീഷണൽ ഒരു 30 ഡേയ്സ് ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന കാലത്ത് കൊടുക്കും. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലാത്ത സമയത്ത് ഈ 4 മാസങ്ങളിലായിരിക്കും എന്തുണ്ടാവുക, ഈ ഇലക്ട്രൽ ബോണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. സോ സാധാരണക്കാർക്ക്, നമ്മൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ പറ്റും, നമ്മുടെ ഇഷ്ടമുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെ ഫണ്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊന്നും അറിയേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. സോ സാധാരണഗതിയിൽ ബോണ്ടിന് ഫേസ് വാല്യൂ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി നമ്മൾ മേടിക്കുകയാണ്. സോ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു GSEC മേടിക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താ, ഇത് ഫേസ് വാല്യൂ തന്നെ ഡിസ്കൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം പൈസ കിട്ടും, അല്ലേ. ഇപ്പൊ 80 രൂപയ്ക്ക് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള സാധനം നമ്മൾ 80 രൂപയ്ക്ക് വാങ്ങിയാൽ കൊടുക്കുന്ന സമയത്ത് 100 രൂപ കിട്ടിയാൽ നമുക്ക് 20 രൂപ ലാഭമായി. പക്ഷേ അല്ലെങ്കിൽ എന്തുണ്ടാവും, അതിനെ പുറത്തോട്ട് ഇൻട്രസ്റ്റ് തരുന്ന അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് പോലെ ഇൻട്രസ്റ്റുകളുള്ള ബോണ്ടുകൾ വേറെയുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇൻട്രസ്റ്റ് ഇല്ല, ഇലക്ട്രൽ ബോണ്ടിന് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല. ആൻഡ് വേറൊന്നറിയേണ്ടത് നിങ്ങൾ ഇതാണ്, കമ്മീഷൻ അല്ലെങ്കിൽ ഇഷ്യൂയിങ് ഓഫീസസും കമ്മീഷൻസും. ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടും ഇതിന് ചില ഗവൺമെന്റ് റൂട്ടുകൾ വേണ്ടതുകൊണ്ടും സാധാരണഗതിയിൽ നിങ്ങൾ ഏത് ബോണ്ടോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയോ നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയറോ എന്ത് മേടിക്കുമ്പോഴും നിങ്ങൾ ബ്രോക്കറേജും കമ്മീഷനും ഒക്കെ കൊടുക്കണം, അല്ലേ. പക്ഷെ അറിഞ്ഞിരിക്കുക, ഇലക്ട്രൽ ബോണ്ടിന് ഒരു തരത്തിലുള്ള കമ്മീഷനോ ബ്രോക്കറേജോ വേറൊരു തരത്തിലുള്ള ചാർജുകളോ പേ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ. സോ പരമാവധി ഇലക്ഷൻ ഫണ്ടിങ് എന്നുള്ളതിനെ തടയുക എന്നുള്ളതല്ല ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ. ഫണ്ട് പരമാവധി വന്നോട്ട്, പക്ഷേ ആ വരുന്നതിനൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് ജനങ്ങളെ മാക്സിമം ഇൻട്രസ്റ്റഡ് ആക്കണം. ഇത് കൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണല്ലോ. സോ മാക്സിമം ജനങ്ങൾ ഫണ്ട് ചെയ്യട്ടെ. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ ഇൻട്രസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ അതിന് കമ്മീഷൻ ഇല്ല, ബ്രോക്കറേജ് ഇല്ല, ഒന്നുമില്ല. ആൻഡ് വേറൊന്ന് എൻകാഷ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താ പറഞ്ഞത്, 15 ദിവസം എന്ന ആ ഒരു ലിമിറ്റ് നമ്മൾ പറഞ്ഞു. ആൻഡ് എൻകാഷ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്, ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ എലിജിബിൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആ ഡെപ്പോസിറ്റിംഗ് അക്കൗണ്ടിൽ അവരുടെ പേരിലെ ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻകാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മാത്രമല്ല, അവർ ഈ പറയുന്ന വാലിഡിറ്റി പീരീഡ് 15 ദിവസത്തെ വാലിഡിറ്റി പീരീഡിൻ്റെ ഉള്ളിൽ എൻകാഷ് ചെയ്തില്ലെങ്കിൽ ഈ പൈസ, അപ്പോൾ നിങ്ങൾ സ്വാഭാവികം ഉടനെ നിങ്ങളുടെ മനസ്സിൽ നേരത്തെ വന്ന ഡൗട്ടായിരിക്കും, ഇത് എങ്ങോട്ട് പോകും. അപ്പോൾ അവർ 15 ദിവസം വരെ എൻകാഷ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ആ പൈസ PMRF അല്ലെങ്കിൽ PM റിലീഫ് ഫണ്ടിലോട്ട് പോകും. ഇൻട്രസ്റ്റിംഗ് അല്ലേ. PM റിലീഫ് ഫണ്ടിലോട്ട് പോകും. അത് ഇന്ത്യയിലെ ബാക്കി റിലീഫ് പ്രവർത്തനങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് വേറൊന്ന് അറിയുന്നത് ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് പൊതുവേ ജനങ്ങൾക്കുള്ള വേറൊരു എന്താ പറയുക, നമ്മുടെ പൊതുവേ മനസ്സിലുള്ള നമ്മുടെ ഉദ്ദേശങ്ങളിലൊന്നായിരിക്കും, ഈ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ടിന് എൻ്റെ ഇൻകം ടാക്സ് പേയബിൾ ആയ എമൗണ്ടിൽ നിന്ന് മാറ്റി നിർത്തുമോ,
എക്സാക്ട്ലി അത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഫേസ് വാല്യൂ ഓഫ് ദ ബോണ്ട് ഷാൾ ബി കൗണ്ടഡ് ആസ് ഇൻകം ബൈ വേ ഓഫ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ബൈ എലിജിബിൾ പൊളിറ്റിക്കൽ പാർട്ടി ഫോർ ദ പർപ്പസ് ഓഫ് എക്സെംഷൻ ഫ്രം ദി ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ 13A ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. സോ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 30A പ്രകാരം ഈ കൊടുക്കുന്ന എമൗണ്ട് എന്നുള്ളതിന് ടാക്സ് എക്സെംഷൻ കിട്ടുന്നതായിരിക്കും. ആൻഡ് മാത്രമല്ല വേറൊന്നുകൂടെ നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്, ട്രേഡിംഗ്. പൊതുവേ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ വേറെ ഉപകാരം എന്താ? സോ അത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതെനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന ബോണ്ട് നമ്മൾ എൻകാഷ് ബോണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, ആ ബോണ്ട് പിന്നെ ട്രേഡിങ്ങിന് സെക്കൻഡറി മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആവോ? ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരിക്കലും ഈ പറയുന്ന എന്തില്ല, ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് ട്രേഡിങ്ങിന് പറ്റുന്ന ബോണ്ടല്ല, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ട്രേഡിംഗ് എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക. വേറൊന്നും അറിയേണ്ട കാര്യം ഇതാണ്, ഹു ക്യാൻ പർച്ചേസ്. നമ്മൾ പറഞ്ഞു ആർക്കാ പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ ഉണ്ട്. നമുക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ? ഞങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ട ആൾ, ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യണം. അപ്പോൾ ജനങ്ങൾ തന്നെയല്ലേ പർച്ചേസ് ചെയ്യേണ്ടത്? എക്സാക്ട്ലി ജനങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ സിറ്റിസൺ ആയുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആൻഡ് മാത്രമല്ല നമുക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ബാക്കി ഇൻഡിവിജ്വൽസിൻ്റെ ഒപ്പം ചേർന്ന് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ കാര്യം അറിയേണ്ടത്, ഈ പേഴ്സൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ച ആരൊക്കെയാണ്? സിംഗിൾ ഇൻഡിവിജ്വൽസിനെയാണോ, അതോ ഗ്രൂപ്പുകൾക്ക് പറ്റുമോ, കമ്പനികൾക്ക് പറ്റുമോ? അതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യം. ഇതിലെ തർക്കത്തിലോട്ട് എത്തിക്കുന്ന കാര്യങ്ങളിലൊന്നും ഇതാണ്. ഇവിടെ ഇൻഡിവിജ്വൽസിന് വാങ്ങാം എന്നതിലുപരി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് വാങ്ങാം, ഇവൻ ഒരു കമ്പനിക്ക് വരെ വാങ്ങാം. കമ്പനിയെ വരെ പേഴ്സൺ എന്ന അർത്ഥത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീമിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് ആരെ ഫണ്ട് ചെയ്യാൻ പറ്റും? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഫണ്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ സ്കീമിൽ ഒരു പേടി. ക്രോണി ക്യാപിറ്റലിസം ഉണ്ടാവുമോ? കമ്പനികൾ ഇലക്ഷൻ നിയന്ത്രിക്കുന്ന രീതിയിലോട്ട് വരുമോ? ഫോറിൻ കമ്പനികളുടെ ഇൻഫ്ലുവൻസ് വരുമോ? സിൻസ് FRMA ആക്ട്, ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് കോൺട്രിബ്യൂഷനുള്ള 50% കോൺട്രിബ്യൂഷനുള്ള കമ്പനികൾക്കും വേണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ ക്രോണി ക്യാപിറ്റലിസം വരുമോ? കമ്പനികളും ഫേമും അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അവർക്കുമൊക്കെ ചേർന്ന് ഇലക്ഷൻ സിസ്റ്റത്തെ അട്ടിമറിക്കപ്പെടാൻ പറ്റുമോ, പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന തർക്ക വിഷയം. മനസ്സിലല്ലേ? ആൻഡ് വേറൊന്ന്, ഇത് മാത്രമല്ല, ഇവനൊരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോലെ കമ്പനി പോലെയുള്ള അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത് വാങ്ങാൻ പറ്റും. ഇനി ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഏജൻസിയോ ഓഫീസോ ബ്രാഞ്ചോ ഒക്കെ ഈ പറയുന്ന വ്യക്തി എന്ന അർത്ഥത്തിൻ്റെ ഉള്ളിൽ വരും. ഇവരെല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്കെല്ലാവർക്കും ഇലക്ട്രൽ ബോണ്ട് വാങ്ങാനുള്ള അവകാശം ഈ പറയുന്ന സ്കീം വഴിയുണ്ട്. വേറൊന്നും അറിയേണ്ടത്, ആർക്ക് ബോണ്ട് റിസീവ് ചെയ്യാൻ പറ്റും? ബോണ്ട് റിസീവ് ചെയ്യാനുള്ള അവകാശം ആർക്കാ? നിങ്ങൾക്ക് അറിയാം, പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ള ഫണ്ട് ചെയ്യുന്നത്. സോ അവർക്കാണ് റിസീവ് ചെയ്യുന്നത്. അങ്ങനെ വെച്ചാൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും മേടിക്കാൻ പറ്റുമോ? പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വല്ല യോഗ്യതയും പറഞ്ഞോ? പേഴ്സണൽ യോഗ്യത നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സിറ്റിസൺ ആയാൽ മതി, ഇന്ത്യൻ സിറ്റിസൺ ആയാൽ മതി. ആൻഡ് വേറൊന്ന്, ആർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ആർക്ക് ഇത് എൻകാഷ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അറിയണം. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് തന്നെയാണ്. പക്ഷേ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 വഴി ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാത്രമേ മേടിക്കാൻ പറ്റൂ. വേറൊരു കാര്യം, അപ്പോൾ അൺരജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ കാര്യം ആദ്യം നിങ്ങൾ മറന്നേക്കുക. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരാം നിങ്ങൾക്ക് PSC. സെക്കൻഡ് തിങ് അറിയേണ്ടത്, ഇവർ രജിസ്റ്റർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി ആയാൽ പോരാ, ആൻഡ് ദേ മസ്റ്റ് സെക്യൂർ അറ്റ്ലീസ്റ്റ് 1% ഓഫ് വോട്ട്. ഒരു പെർസെൻറ്റേജിൽ കുറവ് വോട്ട് മേടിക്കേണ്ട അവസ്ഥ ഇവർക്ക് വന്നിട്ടില്ലാത്ത പാർട്ടികൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പറയുന്ന രീതിയിലുള്ള ഇലക്ട്രൽ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ? റിസീവ് ചെയ്യാൻ പറ്റൂ. ഏത് ഇലക്ഷനിൽ? അതുകൂടെ വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. ലാസ്റ്റ് ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2019 ലോകസഭയിലോട്ടുള്ള ജനറൽ ഇലക്ഷൻ, ഹൗസ് ഓഫ് ദി പീപ്പിൾ, അല്ലെങ്കിൽ ലാസ്റ്റ് നടന്ന നിയമസഭാ ഇലക്ഷൻ, ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ ഈ 1% വോട്ട് കിട്ടിയവർക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ട് റിസീവ് ചെയ്യാനുള്ള യോഗ്യതയുള്ളൂ ആസ് പെർ ദി ഇലക്ട്രൽ ബോണ്ട് സ്കീം. ഇനി ഇത് എവിടെ എൻകാഷ് ചെയ്യാൻ പറ്റും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ട്. ഓതറൈസ്ഡ് ബാങ്ക് ഏതാ? SBIയുടെ ബ്രാഞ്ചുകളിൽ ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്. അവിടെ മാത്രമേ ഇത് എൻകാഷ് ചെയ്യാനും പറ്റൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീമിൽ. പക്ഷേ ഇത് ഇപ്പോൾ നിങ്ങൾ ഒരു മാസം 2 മാസം 3 മാസം മുമ്പ് ഇത് വീണ്ടും നിങ്ങൾ ചർച്ചകളിൽ കണ്ടു കാണും. കാരണം അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിങ്ങളുടെ എല്ലാ ഡിഗ്രി തല പരീക്ഷകൾക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് സ്കീം വലിയ രീതിയിൽ നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളെല്ലാം സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. സോ സുപ്രീം കോടതിയിലും ഇത് അണ്ടർ ക്വസ്റ്റ്യനിലാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഈ പറയുന്ന ഫണ്ട് കമ്പനികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, വിദേശത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇലക്ഷൻ അട്ടിമറിക്കപ്പെടുമെന്നുള്ള തർക്കം ഒന്ന്. 2, സെലക്റ്റീവ് അനോണിമിറ്റി. നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് വഴി ആരാണ് ഫണ്ട് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയുണ്ട്. പക്ഷെ ഓപ്പോസിഷൻ പാർട്ടികൾ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി അൺഅവെയറാണ്.
ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ഇൻഫർമേഷൻ ഈസ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പോൾ ഈ റൈറ്റ് ഇൻഫർമേഷൻ്റെ തന്നെ ഭാഗമായിരിക്കണം ആക്ച്വലി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ആരാണ് ഫണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനുള്ള നമ്മുടെ അവകാശം. പൊളിറ്റിക്കൽ പാർട്ടികളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ മത്സരിക്കുന്ന ആളുകളുടെ ക്രിമിനൽ ആൻറ്റിസിഡൻസ് അറിയാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അങ്ങനെയാണ് ഇവരെ ആര് ഫണ്ട് ചെയ്യുന്നത് നമ്മൾ അറിയണ്ടേ. അപ്പോൾ ഈ ഒരു അനോണിമിറ്റി ഇലക്ഷൻ സിസ്റ്റത്തെ തന്നെ, ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ തന്നെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു തർക്ക വിഷയം. അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അതിൽ സുപ്രീം കോടതി അതിൽ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റിനോട് എല്ലാ അഭിപ്രായം പറയുന്നുണ്ട്. ഗവൺമെന്റ് പറയുന്നത് കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനാണ്. ഇത് അനോണിമിറ്റിയായി നിർത്തിയാൽ തന്നെ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഈ പറയുന്ന സ്കീമിന് തന്നെ ഉപയോഗമില്ലാതെയും പഴയ സിസ്റ്റത്തിലോട്ട് പോകും, ബ്ലാക്ക് മണി പോലെയുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളത്. അപ്പോൾ എന്തായാലും കോടതി അതിൽ തീരുമാനം പറയട്ടെ. നിങ്ങൾ എക്സാം പെർസ്പെക്റ്റീവിൽ ഇത്തരം പറഞ്ഞ ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. ചോദ്യം ചോദിക്കും, ലൈക്ക് PSC 96/21 നിങ്ങളുടെ തന്നെ ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ബാങ്ക് ഓതറൈറ്റ് ഇഷ്യൂ ആൻഡ് എൻകാഷ് ദി ഇലക്ട്രൽ ബോൺസ് ഇൻ ഇന്ത്യ. ഇഷ്യൂ ചെയ്യാനും എൻകാഷ് ചെയ്യാനും അവകാശമുള്ള ഇന്ത്യയിലെ ബാങ്ക് ഏതാണ്? ഓതറൈസ്ഡ് ബാങ്ക് എന്ന ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. സിമ്പിൾ ചോദ്യമാണ് PSC വെച്ച്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഭാഗത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇലക്ഷൻ ഇയർ ആണ് അല്ലേ. അതുപോലെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചർച്ച നടക്കുന്നു. വരുന്ന ഡിഗ്രി തല പരീക്ഷകളിൽ നിങ്ങൾക്ക് നിന്ന് 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പറയാനുള്ള വേറൊരു കാര്യം, ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസമുള്ളൂ, 70 ദിവസം തികച്ചില്ല നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല വഴികളിലൊന്ന് നല്ലൊരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കേസ് മെൻഡർ ടെസ്റ്റ് സീരീസ് ആയിട്ട് വരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം അറിഞ്ഞുകൊള്ളുക, നമ്മൾ ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. ഒരു റിവിഷൻ പ്ലാനോട് കൂടിയാണ് വരുന്നത്. നിങ്ങളുടെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ടെസ്റ്റ് സീരീസ് ആയിരിക്കും, ഇൻക്ലൂഡിങ് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യുക. ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.